ഹായ് ഫ്രണ്ട്സ്, HST നാച്ചുറൽ സയൻസ് എക്സാമിന് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുത്ത് തുടങ്ങി. കേരള PSC നടത്തുന്ന HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തൊട്ടു മുൻപ് നടന്ന HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ സിലബസാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി വരുന്ന എക്സാമിനും സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. കാരണം നാച്ചുറൽ സയൻസ് എന്ന സബ്ജക്റ്റ് ഏരിയയിലെ പ്രധാനപ്പെട്ട എല്ലാ കണ്ടൻറ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് HST എക്സാമിൻ്റെ ഈ സിലബസ്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് HST എക്സാമിന് സാധാരണയായി ചോദിക്കാറുള്ളത്. ഈ 100 ചോദ്യങ്ങളെ 2 ഭാഗങ്ങളായാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് എ എന്ന് പറയുന്നൊരു ഭാഗവും പാർട്ട് ബി എന്ന് പറയുന്നൊരു ഭാഗവും. പാർട്ട് എ എന്ന ഭാഗത്തു നിന്നും 20 ചോദ്യങ്ങളാണ് സാധാരണയായി ചോദിക്കാറുള്ളത്. പാർട്ട് ബിയിൽ സബ്ജക്റ്റ് ഏരിയയിൽ നിന്നുള്ള 80 ചോദ്യങ്ങളാണ് സാധാരണയായി ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനെയും പാർട്ട് എ എന്നൊരു ഭാഗവും പാർട്ട് ബി എന്നൊരു ഭാഗവുമായി തിരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പാർട്ട് എയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആകെ 20 മാർക്കിൻ്റെ 20 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ നിന്നും ചോദിക്കാറുള്ളത്. പാർട്ട് എയെ 3 മോഡ്യൂളുകളായാണ് തിരിച്ചിരിക്കുന്നത്. മോഡ്യൂൾ 1, മോഡ്യൂൾ 2 ആൻഡ് മോഡ്യൂൾ 3. മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന ഭാഗവും, മോഡ്യൂൾ 2-ൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗവും, മോഡ്യൂൾ 3-ൽ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് എന്ന ടോപ്പിക്കുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 ഏരിയയിൽ നിന്നാണ് പാർട്ട് എയിലെ 20 ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. തൊട്ടു മുൻപ് നടന്ന HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 3 ഏരിയയിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ എക്സാമിന് മോഡ്യൂൾ 1-ൽ നിന്നും, അതായത് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന ഏരിയയിൽ നിന്നും 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതായത് 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്. അതുപോലെ മോഡ്യൂൾ 2, അതായത് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അതുപോലെ മോഡ്യൂൾ 3 ആയിട്ടുള്ള മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ നിന്നും 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ബാക്കി 5 ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നായിരുന്നു ഉൾപ്പെടുത്തിയത്. അങ്ങനെ ടോട്ടൽ പാർട്ട് എ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്നും 20 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 5 ചോദ്യങ്ങൾ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 ചോദ്യങ്ങൾ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 5 ചോദ്യങ്ങൾ, അതുപോലെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 5 ചോദ്യങ്ങൾ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ മോഡ്യൂൾ 2-ൽ പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നാണ്. പക്ഷേ ആ ഏരിയയിൽ നിന്നും ചോദിക്കുന്ന 5 ചോദ്യങ്ങളും കൂടുതലും കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സാധാരണയായി കാണാറുള്ളത്. അടുത്തതായി നമുക്ക് മോഡ്യൂൾ 3, അതായത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഹിസ്റ്ററി ഓർ കൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് ആണ്. നെക്സ്റ്റ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ്, എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ്, അതുപോലെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിവൈസ്ഡ് എഡ്യൂക്കേഷണൽ ടാക്സോണമി. ദെൻ പെഡഗോജിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ദെൻ പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് നാച്ചുറൽ സയൻസ്, implications of Piaget, Brunner, Gagne, Vygotsky, Ausubel, Gardner, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്. ദെൻ
Methods and strategies of teaching the subject, models of teaching, techniques of individualizing instruction. Then curriculum, definition, principles, modern trends and organizational approaches, curricular reforms, NCF and KCF. Instructional resources like laboratory, library, club, museum, visual and audio-visual aids, community-based resources, e-resources, textbook, workbook and handbook. അതുപോലെ അസസ്മെൻറ്റ്, ഇവാലുവേഷൻ കോൺസെപ്റ്റ്സ്, പർപ്പസ്, ടൈപ്സ്, പ്രിൻസിപ്പിൾസ്, മോഡേൺ ടെക്നിക്സ്, CCE and grading, tools and techniques, qualities of a good test and types of test items. Evaluation of projects, seminars and assignments, achievement test, diagnostic test, construction, characteristics, interpretation and remediation. Then teacher qualities and competencies, different roles, personal qualities, essential teaching skills, micro teaching and action research. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ പാർട്ട് എയിലെ മോഡ്യൂൾ 3 സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻ്റാണ് നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത്. സാധാരണയായി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ ഏരിയയിൽ നിന്നും ചോദിക്കാറുള്ളത്. നമ്മുടെ BEd സിലബസിലെ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ ഏരിയയിലെ സിലബസിൽ നിന്നുമാണ് ഇത്രയും ചോദ്യങ്ങൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. ഇപ്പം നമ്മുടെ പാർട്ട് എയുടെ സിലബസിനെ കുറിച്ചുള്ളൊരു ധാരണ ഏകദേശം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 80 ചോദ്യങ്ങളാണ് പാർട്ട് ബിയിലെ സിലബസ് ഏരിയയിൽ നിന്നും ചോദിക്കാറുള്ളത്. അതായത് 80 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഈ പാർട്ട് ബിയിലെ സിലബസ് ഏരിയയിൽ നിന്നാണ് HST നാച്ചുറൽ സയൻസ് എക്സാമിന് സാധാരണയായി ചോദിക്കാറുള്ളത്. നാച്ചുറൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ കണ്ടൻ്റാണ് പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് BSc സുവോളജിയിലെയും BSc ബോട്ടണിയിലെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും ഈ പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ പാർട്ട് ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് ബിയിലെ ഈ കണ്ടൻറ് ഏരിയയെ 8 മോഡ്യൂളുകളായാണ് നമ്മുടെ സിലബസിൽ തിരിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം. മോഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റി. ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് RH വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ആനിമേലിയ, ഫൈലം നോൺ കോഡേറ്റ, ഫൈലം നോൺ കോഡേറ്റയിലെ ഫൈലം സിലിൻഡ്രേറ്റ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം നിമറ്റോഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം ഓണിക്കോഫോറ, ഫൈലം മൊളസ്ക എന്നീ ഭാഗങ്ങളും ഫൈലം കോഡേറ്റയിൽ നിന്നും സബ് ഫൈലങ്ങളായ യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ, അതുപോലെ വെർട്ടിബ്രേറ്റയിലെ ഡിവിഷൻസായ ഏഗ്നാത്ത, നാത്തോസ്റ്റൊമാറ്റ, സൂപ്പർ ക്ലാസ് സ്പൈസസ്, ടെട്രാപോഡ, ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏവ്സ്, ക്ലാസ് മമേലിയ തുടങ്ങിയ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഹെഡിങ് മാത്രമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്. ആ ഓരോ ഹെഡിങ്ങിന് താഴെയും ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ സിലബസിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഓരോ ഭാഗവും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഹെഡിങ്ങിന് താഴെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി എല്ലാ ഭാഗവും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മോഡ്യൂൾ 2 ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻ്റൽ ബയോളജി. ഈ 3 ഭാഗങ്ങളാണ് മോഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഫിസിയോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂട്രീഷൻ, സർക്കുലേഷൻ, റെസ്പിരേഷൻ,
എക്സ്ക്രീഷൻ, മസിൽ ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എൻഡോക്രൈനോളജി തുടങ്ങിയ ഭാഗങ്ങളാണ് ഈ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ബയോകെമിസ്ട്രിയിൽ നിന്നും ബയോമോളിക്യൂൾസ്, മെറ്റബോളിസം, ലിപ്പിഡ്സ്, എൻസൈംസ് തുടങ്ങിയ ഭാഗങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തേർഡ് പാർട്ടായ ഡെവലപ്മെൻ്റൽ ബയോളജിയിൽ തിയറീസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, സെൽ ഡിഫറൻഷിയേഷൻ, ഡെവലപ്മെൻറ്റ്, ടെററ്റോളജി, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി തുടങ്ങിയ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്യൂൾ 3യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് തുടങ്ങിയ ഭാഗങ്ങളാണ്. ഇതിനകത്ത് സെൽ ബയോളജിയിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കോപ്പ്, സെൽ തിയറി ആൻഡ് ഇറ്റ്സ് മോഡേൺ വേർഷൻ, ടൈപ്സ് ഓഫ് സെൽസ്, സെൽ ഓർഗനൽസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, റൈബോസോംസ്, സെൻട്രിയോൾസ്, മൈക്രോബോഡീസ് തുടങ്ങിയ ഭാഗങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മോളിക്കുലർ ബയോളജിയിൽ ജീൻ എക്സ്പ്രഷൻ, ജെനറ്റിക് കോഡ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് കൊരാന, നീറൻബർഗ് ആൻഡ് അസോസിയേറ്റ്സ്, ജീൻ റെഗുലേഷൻ, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ തുടങ്ങിയ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജിയിൽ ഹ്യൂമൻ ജെനറ്റിക്സ്, ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്, അലോസോമൽ ഡിസോർഡേഴ്സ്, ബയോകെമിക്കൽ ജെനറ്റിക്സ്, ജെനറ്റിക് ഡിസോർഡേഴ്സ് തുടങ്ങിയവയും, ബയോടെക്നോളജിയിൽ ബ്ലോട്ടിംഗ് ടെക്നിക്സ്, ജീനോമിക് ലൈബ്രറി, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഓഫ് ബയോടെക്നോളജി തുടങ്ങിയ ഏരിയയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഈ ഏരിയയും മോഡ്യൂൾ 3യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്മ്യൂണോളജി, ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോജൻസ്, ഇമ്മ്യൂൺ റെസ്പോൺസസ് തുടങ്ങിയ ഭാഗങ്ങൾ ഇമ്മ്യൂണോളജിയിൽ നിന്നും അതുപോലെ മൈക്രോബയോളജിയിലെ ചില ഭാഗങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മോഡ്യൂൾ 4 ഇക്കോളജി, ഇത്തോളജി, എവല്യൂഷൻ, സൂജിയോഗ്രഫി തുടങ്ങിയ ഭാഗങ്ങളാണ് മോഡ്യൂൾ 4ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഇക്കോളജിയിൽ നിന്നും പോപ്പുലേഷൻ ഇക്കോളജി, കമ്മ്യൂണിറ്റി ഇക്കോളജി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തോളജിയിൽ നിന്നും മോട്ടിവേഷൻ, ലേണിംഗ്, സോഷ്യോ ബയോളജി, ഫിറോമോൺസ്, ഹ്യൂമൻ ഫിറോമോൺ എന്നീ ഭാഗങ്ങളും, എവല്യൂഷനിൽ നിന്ന് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഫോസിൽസ്, ഫോസിൽ ഡേറ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്, ജെനറ്റിക് ഡ്രിഫ്റ്റ്, സ്പീസിയേഷൻ തുടങ്ങിയ ഏരിയയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സൂജിയോഗ്രഫിയിൽ നിന്നും ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ, സൂജിയോഗ്രഫിക്കൽ റെലംസ്, ബയോജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ എന്നീ ഭാഗങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തതായി നമുക്ക് മോഡ്യൂൾ 5ലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡ്യൂൾ 5ൽ മൈക്രോബയോളജി, മൈക്കോളജി, ലൈക്കനോളജി, പ്ലാന്റ് പാത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ് ആൻഡ് പാലിയോ ബോട്ടണി തുടങ്ങിയ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് മൈക്രോബയോളജിയിൽ നിന്നും ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ ഭാഗങ്ങളും, മൈക്കോളജി ആൻഡ് ലൈക്കനോളജി എന്ന ഭാഗത്തു നിന്നും ഫഞ്ചൈ, ലൈക്കൻസ് എന്നീ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാന്റ് പാത്തോളജിയിൽ നിന്നും പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് പാത്തോളജി, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ്, ട്രാൻസ്മിഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, സ്റ്റഡി ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് ലൈക്ക് ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്, സിട്രസ് കാങ്കർ, ബ്ലാസ്റ്റ് ഓഫ് പാഡി തുടങ്ങിയവയും, ബ്രയോളജിയിൽ നിന്നും ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറപ്റ്റോപ്സിഡ, ബ്രയോപ്സിഡ തുടങ്ങിയ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെറിഡോളജി ഭാഗത്തു നിന്നും സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ, ടെറോപ്സിഡ തുടങ്ങിയ ഭാഗങ്ങളും, അതുപോലെ അഫിനിറ്റീസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് വിത്ത് ബ്രയോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്നീ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ജിംനോസ്പേമിൽ നിന്നും ചില ജിംനോസ്പേംസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും അതുപോലെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ജിംനോസ്പേംസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ജിംനോസ്പേം എന്നീ ഭാഗങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാലിയോ ബോട്ടണിയിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പാലിയോ ബോട്ടണി, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, മെത്തേഡ്സ് ഓഫ് ഫോസിലൈസേഷൻ, ഫോസിൽ ടെറിഡോഫൈറ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് 6ാമത്തെ മോഡ്യൂളിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്, എക്കണോമിക് ബോട്ടണി, അനാട്ടമി, എംബ്രിയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളാണ് 6ാമത്തെ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോർഫോളജി പാർട്ടിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ലീവ്സ്, സ്റ്റെം, ഇൻഫ്ലോറസൻസ്, ഫ്രൂട്ട്സ്, പ്ലാസൻറ്റേഷൻസ്, സീഡ് ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ എന്നീ ഭാഗങ്ങളും, സിസ്റ്റമാറ്റിക്സിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റമാറ്റിക്സ്, സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ബന്ധം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാൻ നോമൻക്ലേച്ചർ, ടാക്സോണമിക് സ്ട്രക്ചർ, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, ടാക്സോണമിക് ഇൻഫർമേഷൻ റിസോഴ്സസ്, സ്റ്റഡി ഓഫ് ദി ഫോളോയിങ് ഫാമിലീസ്. അതായത് കുറച്ച് പ്രധാനപ്പെട്ട ഫാമിലീസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ചെയ്ത ഫാമിലീസിനെ കുറിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് ഈ ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്കണോമിക് ബോട്ടണി എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് പ്ലാന്റ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, അതായത് ഇത്രയും പ്ലാന്റ്സിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, അതുപോലെ അതിൻ്റെ യൂസ്ഫുൾ പാർട്ടിൻ്റെ മോർഫോളജി, ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ബോട്ടണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പാർട്ട് അനാട്ടമിയാണ്. അനാട്ടമിയിൽ ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ, നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് ഓഫ് പ്ലാന്റ് സെൽസ്, ടിഷ്യൂസ്, റൂട്ട്സ് ആൻഡ് ഷൂട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം, primary and secondary structure of root and stem, anatomy of monocot and dicot leaf, stomata, nodal anatomy, structure of secondary wood, anomalous secondary growth എന്നീ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം വരുന്ന എംബ്രിയോളജി പാർട്ടിൽ മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, ടൈപ്സ് ഓഫ് ഓവ്യൂൾസ്, fertilization and endosperm formation, nuclear, cellular, halobial, എംബ്രിയോ എന്നീ ഭാഗങ്ങളും ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൽ നിന്നും ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്, ബ്രീഡിംഗ് ടെക്നിക്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഇൻട്രഡക്ഷൻ ആൻഡ് അക്ലിമറ്റൈസേഷൻ, സെലക്ഷൻ, ഹൈബ്രിഡൈസേഷൻ, ഹെട്രോസിസ് ആൻഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, പോളിപ്ലോയിഡി ബ്രീഡിംഗ്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് എന്നീ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 7ാമത്തെ മോഡ്യൂളിൽ പ്ലാന്റ് ഫിസിയോളജി, മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, സെൽ ബയോളജി, ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി, എവല്യൂഷൻ എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നും വാട്ടർ ഇൻ റിലേഷൻ ടു പ്ലാന്റ്സ്, ട്രാൻസ്പിരേഷൻ, mechanisms of water absorption, translocation of water, water stress and physiological consequences, mineral nutrition, mechanism of mineral absorption, photosynthesis, translocation of photosynthase, growth and development, photoperiodism and vernalization, photomorphogenesis, നിക്റ്റിനാസ്റ്റിക് ആൻഡ് സീസ്മോനാസ്റ്റിക് മൂവ്മെൻറ്റ് എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി എന്ന ഭാഗത്ത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്, ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിലെ പ്രധാനപ്പെട്ട ഹെഡിങ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായി സെൽ ബയോളജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രോമോസോംസ്, ന്യൂമറിക്കൽ അബ്രേഷൻസ്, സെൽ സൈക്കിൾ, അതുപോലെ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ്, മൾട്ടിപ്പിൾ അലീൽസ്,
linkage and crossing over, sex determination and sex-linked inheritance, extranuclear inheritance, mutation, nucleic acids, DNA replication, gene expression, post-transcriptional modifications, translation, feminism എന്നീ ഭാഗങ്ങളും എവല്യൂഷനിൽ നിന്നും molecules and origin of lives, evolution of prokaryotic and eukaryotic cells, mitochondrial and endosymbiotic theory, chloroplast and endosymbiotic theory, theories on origin and evolution of species, Lamarckism, Dwarfism, Weismann, De Vries, Neo-Darwin തുടങ്ങിയ ഭാഗങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ മോഡ്യൂൾ 8. മോഡ്യൂൾ 8-ൽ എൻവയോൺമെൻറ്റൽ ബയോളജി, ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കോസിസ്റ്റത്തിൽ ഇൻട്രഡക്ഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്, സ്കോപ്പ് ആൻഡ് റിലവൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, നീഡ് ഫോർ പബ്ലിക് അവെയർനെസ്, ഇക്കോസിസ്റ്റം ഡെഫിനിഷൻ, ഇക്കോസിസ്റ്റംസ്, കൺസെപ്റ്റ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ആൻ ഇക്കോസിസ്റ്റം ഇതിനകത്ത് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിൽ ഒരുപാട് പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾ ഈ സിലബസിലൂടെ നന്നായിട്ടൊന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ ഏതെല്ലാം ഏരിയകളാണ് ഇക്കോസിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഏരിയകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നാച്ചുറൽ റിസോഴ്സസിൽ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നീ ടോപ്പിക്കുകളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏരിയകളാണ്. ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി എന്ന ഭാഗത്തു നിന്നും പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, റീകോമ്പിനൻറ്റ് DNA ആൻഡ് മോളിക്കുലാർ ക്ലോണിംഗ് എന്നീ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ബയോ ഇൻഫർമാറ്റിക്സിലെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്റ്റാൻഡേർഡ് എറർ, കോറിലേഷൻ, ഡിഗ്രഷൻ, അനോവ തുടങ്ങിയ ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിലെ പ്രധാനപ്പെട്ട കണ്ടൻറ് ഏരിയ ഒന്ന് ഓടിച്ച് പോവുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ HST എക്സാമിന് സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യം നിങ്ങൾ സിലബസ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഏതെല്ലാം സബ്ജക്റ്റ് ഏരിയയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ ഓരോ സബ്ജക്റ്റ് ഏരിയയിൽ നിന്നും ഏതെല്ലാം കണ്ടൻറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ ഓൺലൈൻ കോച്ചിങ് ഈ ജൂലൈ മാസം മുതൽ ഞാൻ ആരംഭിക്കുന്നുണ്ട്. ക്ലാസ് ഓൺലൈനാണ്, അതുപോലെ ലൈവ് ക്ലാസ്സുകളായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്നും കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും സിലബസിലൂടെ നന്നായിട്ടൊന്ന് ഓടിച്ചു പോവുക. അതുപോലെ തൊട്ട് മുമ്പ് നടന്ന HST എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും സിലബസിൽ ഏതെല്ലാം ഭാഗത്തു നിന്നാണ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാനവിടെ നൽകിയിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലും ഉണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.